ഭീകരവാദികളാക്കണമെങ്കിൽ എന്തേ പരിഹാരമാർഗമുള്ളൂ? അവരെ തെരുവിലിറക്കാനുള്ള ഒരേ ഒരു പരിഹാരമാർഗം അവരുടെ നെഞ്ചത്ത് കുത്തണം, അവരുടെ ഹൃദയത്തിൽ കുത്തണം. ആരാണ് അവരുടെ ഹൃദയം? അവരവരുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നവരുടെ പ്രവാചകൻ. ആ പ്രവാചകനെ പറഞ്ഞാൽ അവരുടെ കൽബ് പടയും, അവരുടെ കണ്ണ് നിറയും, അവർ വികാരം കൊള്ളും. കാരണം അവർക്കിഷ്ടമാണ് അവരുടെ ജീവനേക്കാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ തന്ത്രപരമായി ഇടപെടലാണ് 2005 അതേ ഡെൻമാർക്കിലെ കാരിക്കേച്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നു. മുസ്ലിങ്ങൾ വ്യത്യസ്ത ഗറില്ല ഗ്രൂപ്പുകളായി തെരുവിലിറങ്ങുന്നു, എംബസികൾ തകർക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു. എല്ലാ അർത്ഥത്തിലും BBC-യും CNN-ഉം ലൈവായി ഇത് ലോകത്തിന് മുന്നിൽ പകർന്നു കൊടുക്കുന്നു. ഇതാ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്. ഇവരെ പ്രശ്നക്കാരാക്കുന്നത് മുഹമ്മദ് നബിയാണ്, ഖുർആനാണ്. അതുകൊണ്ട് ലോകമേ, നിങ്ങൾ ആരും മുസ്ലിങ്ങളാകരുത്, നിങ്ങൾ ആരും മുഹമ്മദ് നബിയെ നെഞ്ചിലേറ്റരുത്, നിങ്ങൾ ആരും ഖുർആൻ പഠിക്കരുത്, തൊടുക പോലും അരുത്. പ്രശ്നമാണിത് എന്ന് വരുത്തി തീർത്തു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന ഫിലിമിലൂടെ ലക്ഷ്യമിടുന്നതും ഇത് തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ടെറി ജോൺസ് പറഞ്ഞത്, മുസ്ലിങ്ങൾക്കെതിരല്ല ഈ അമേരിക്കൻ ഫിലിം, മറിച്ച് ഈ ഫിലിം ഇസ്ലാമിന്റെ നശീകരണ തത്വശാസ്ത്രത്തെ കുറിച്ച് ലോകത്തിന് അറിവ് പകരുന്നതാണ്. മുഹമ്മദിന്റെ നികൃഷ്ടഭാവങ്ങളെ കുറിച്ച് ലോകത്തിന് അറിവ് പകരുന്നതാണ് ഈ ഫിലിം. ഇത് മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള വളരെ കൃത്യമായ അജണ്ടകളും തന്ത്രങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് കൈവട്ടിയും തലവട്ടിയും നെഞ്ചുപുലർത്തിക്കൊണ്ടുമല്ല, നിയതമായി സത്യപരമായി മാന്യതയുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള പക്വതയോടെയുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങൾ ഉണ്ടാകണം. ആ പ്രതിഷേധവും പ്രതികരണവും ഒരിക്കലും തെരുവുകളെ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാകരുത്, തെരുവുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാകരുത്. മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്നതിന് ഉദാഹരണം നമ്മുടെ സമീപനങ്ങൾ തന്നെ ക്യാമറയിൽ പകർത്തുന്ന ദുരന്തത്തിലേക്ക് പോകാതെ ഏറ്റവും മാന്യമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. തൊടുപുഴ ക്വസ്റ്റ്യൻ പേപ്പറിന് ശേഷവും ചുങ്കപ്പാറയിലെ ചിൻവാദ് കോലം എന്ന പുസ്തകത്തിന് ശേഷവും തൊടുപുഴയിലെയും പത്തനംതിട്ടയിലെയും മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ഹൈക്കോടതിയെ സമീപിച്ച് ഏറ്റവും മാന്യമായ സമീപനങ്ങൾ സ്വീകരിച്ചതുപോലെ തൊടുപുഴയുടെ മണ്ണിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന ക്യാപ്ഷൻ വിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ തെറി പറയരുത്. ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ ജീവന്റെ ജീവനാണ്, ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മുത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ഇതാ നിങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമായി. വിമർശിക്കാം നിങ്ങൾക്ക്, ചോദ്യം ചെയ്യാം നിങ്ങൾക്ക്, മറുപടിയുണ്ട് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിന് മറുപടി പറയാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ വിമർശത്തിന്റെ പേരിൽ തെറി പറയരുതേ എന്ന് പറയാൻ, കൃത്യമായി റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ തലയിൽ കൈവെക്കുക, അവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഗതിമുട്ടുക, അവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിരാശപ്പെടുക, അവിടെ തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ പാകതയോടെ പക്വതയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കുക. ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പകർത്തുക ആ മുത്തിനെ. നടപ്പിലും ഇരിപ്പിലും ജീവിതത്തിന്റെ എല്ലാ തലത്തിലും ആവേശത്തോടെ, ഈമാനികമായ ആവേശത്തോടെ നമ്മുടെ മുത്തിന്റെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുക. എന്നിട്ട് തുറന്നു കൊടുക്കുക ലോകത്തിന് മുന്നിൽ. ഇതാ ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങൾ മാതൃകയായി നെഞ്ചിലേറ്റുന്ന ഞങ്ങളുടെ പ്രവാചകൻ ഇതാ, ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന പ്രവാചകൻ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പഠിപ്പിച്ച ആദർശം ഇതാ, സ്വർഗത്തിലേക്കുള്ള വഴിമാർഗം ഇതാ എന്ന് പറഞ്ഞു കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ, വിമർശനങ്ങളെ പാകതയോടെ നോക്കിക്കാണാനുള്ള മനസ്സും ഈമാനികമായ കരുത്തും ഈമാനികമായ തെളിച്ചവും ഇഖ്ലാസിന്റെ രംഗത്തുള്ള വെളിച്ചവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത്തരം ഒരു സമീപനങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ വിമർശിച്ചപ്പോ സനാഉല്ലാ മക്കി തങ്ങൾ നബിനാണയം എന്ന ലഘുലേഖ ഇറക്കി കേരളത്തിലെ തെരുവുകളും കവലകളും അദ്ദേഹം പറഞ്ഞു ഒറ്റക്ക്. അന്ന് മൈക്കില്ല, കൂട്ടായ്മല്ല, സംഘടനയില്ല, ആൾബലല്ല, സമ്പത്തില്ല, ഒന്നുമില്ല. സനാഉല്ലാ മക്കി തങ്ങൾ തന്നെ എഴുതിയുണ്ടാക്കിയ ലഘുലേഖ സ്വന്തം പോക്കറ്റ്. എന്നിട്ട് ആ ലഘുലേഖകൾ അവിടെയുള്ള തെരുവുകളിൽ കവലകളിലെല്ലാം പോയി വീടുകളിൽ കയറി ഫീൽഡ് ദഅവ നടത്തുക, സ്ക്വാഡ് നടത്തുക, ഒറ്റക്ക് ആളുകളെ ക്ഷണിക്കുക. എന്നിട്ട് അങ്ങാടിയിൽ 4 കല്ലിന്റെ കഷ്ണത്തിന്റെ മുകളിൽ ഒരു പലക 2-3 പലകയിട്ട് ഒറ്റക്ക് കയറി പ്രസംഗിക്കുക, റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുക, ചോദ്യങ്ങൾക്ക് മറുപടി പറയുക, വിമർശനങ്ങൾക്ക് മറുപടി പറയുക, ഖണ്ഡനങ്ങൾ നടത്തുക, മുഖാമുഖങ്ങൾ നടത്തുക.